അമ്മ എപ്പം മരിക്കും, അതാണ് അവൻ അറിയേണ്ടത്. അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞല്ലോ. 13 ദിവസം മുമ്പ് വെസ്റ്റ്പോർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ട് ഇയാൾ മരിച്ചിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 13 ദിവസമായിട്ട് മരിച്ചിട്ടില്ല. അപ്പോൾ അത് ഇവനറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്ന്, അമ്മയുടെ മേത്ത് ഈ തകിട് ഇരിപ്പുണ്ട്. 2, അമ്മ ഈ തകിട് വെച്ച് മരിക്കുമോ, അത് ഈ തകിട് ഇവൻ്റെ ഭാര്യ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള സംശയമാണ് ഇവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അച്ഛൻ വന്ന് നിർവീര്യമാക്കൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഇതേ ചോദ്യം ചോദിച്ചു, അമ്മ എപ്പോൾ മരിക്കും? അപ്പോൾ അച്ഛൻ പോകുന്ന സമയത്ത് പറഞ്ഞു 12 മണിക്കൂറിനുള്ളിൽ മരിക്കും, ശവടക്ക് നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. എന്തായാലും അച്ഛൻ പ്രാർത്ഥിച്ചിറങ്ങി. അച്ഛൻ്റെ ധ്യാന മന്ദിരത്തിൽ എത്തിയപ്പോഴേക്കും, അതായത് 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആളും മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ച് എന്നിട്ട് പറഞ്ഞ്, നിഷിദ്ധ വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3500 വർഷം മുൻപ് ജോഷുവ യുദ്ധം ചെയ്തപ്പോൾ പരാജയപ്പെട്ടത് നിഷിദ്ധ വസ്തുക്കൾ കയ്യിൽ വെച്ചുകൊണ്ടാണ്. ഇന്നും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ ബിസിനസ് പരാജയങ്ങളുടെ പിന്നിലോ, കുടുംബത്തിലെ കലഹങ്ങൾക്ക് പുറകിലോ, മക്കൾ വഴിതെറ്റി പോകുന്നതിൻ്റെയൊക്കെ പിന്നിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരം ദുസ്വാധീനങ്ങളിൽപ്പെട്ട ഒരുപാട് വിശ്വാസികളെ കണ്ടെത്താൻ പറ്റുന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നു, കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നു, അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നു, കൺവെൻഷന് പോകുന്നു, ധ്യാനത്തിന് പോകുന്നു. പക്ഷേ ഇത്തരം ചില തെറ്റായ നടപടികൾ, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ പിൻപറ്റുന്ന ആളുകളെ കണ്ടുമുട്ടാനായിട്ട് എൻ്റെ വിശ്വാസയാത്രയിൽ എനിക്ക് ഇടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഓക്കെ, നമ്മൾ തുറന്ന് വായിക്കുന്നു. എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു, നിശ്ചിത വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, അവ തങ്ങളുടെ സമാനങ്ങളോട് വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. 2 കാര്യങ്ങൾ ചെയ്തു. 1, എടുക്കരുതെന്ന് പറഞ്ഞ നിശ്ചിത വസ്തുക്കൾ എടുത്തു. 2, വ്യാജം പറഞ്ഞു. നമ്മൾ സാത്താനെ കുറിച്ച് പറയുന്ന സമയത്ത് തിരുവചനം പറയുന്നുണ്ട്, സാത്താൻ ആരാണ്? നുണയനും, ബാക്കി പറഞ്ഞ് നുണയനും നുണയൻ്റെ പിതാവുമാണ്. വ്യാജം പറയുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചേർത്ത് നിൽക്കാൻ സാധിക്കുന്നവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു, എന്നാൽ അവർ നശിപ്പിക്കപ്പെടുമെന്നുള്ള വസ്തുവായി തീർന്നു. നിങ്ങളെടുത്ത നിശ്ചിത വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ബൈബിൾ വളരെ വ്യക്തമായിട്ട് നിഷിദ്ധമായ വസ്തുക്കളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഈ നിഷിദ്ധ വസ്തുക്കളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് അവസാനം പറയാണ് 13-ാമത്തെ വാക്യം, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. എന്താ പറഞ്ഞേ? നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. ആ ജനത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എന്താണ്? നല്ല കുമ്പസാരം നടത്തുക. ഇനി എൻ്റെ അപ്പനോ അപ്പാപ്പനോ അങ്ങനെ ചെയ്തതായിട്ട് അറിവുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞ് മരിച്ചുപോയവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കണ്ട. നീ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പോയി ഉത്തമ മനസ്താപത്തോടെ പോയി കുമ്പസാരിക്കുക. യേശുവേ നന്ദി. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക, നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക. ഇസ്രായേലിൽ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, അത് എടുത്തു മാറ്റുന്നവർ നിങ്ങളുടെ ശത്രുക്കളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിഷിദ്ധ വസ്തുക്കൾ എടുത്തു മാറ്റുന്നവരെ ശത്രുക്കളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു പരാജയത്തിന് കാരണമായി മാറും. ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം. ഞാൻ വിവിധ ഭാഷകളിൽ ധ്യാനിപ്പിക്കാനായിട്ട് വിവിധ ദേശങ്ങളിൽ പോകാറുണ്ട്. പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് ഒരു പ്രാവശ്യം പോയി. ആ പോയ സമയത്ത് അവിടെ ധ്യാനം കഴിഞ്ഞ സമയത്ത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു
അല്പം പ്രായമായ ദമ്പതികൾ കാണുവാനായിട്ട് വന്നു. ആ കാണാൻ വന്ന കാരണം ജോസഫീൻ എന്നാണ് ആ സഹോദരിയുടെ പേര്. അവർ വന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യൂട്രസ് റിമൂവൽ ഓപ്പറേഷൻ നടത്തുന്നത് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഭർത്താവും ഭാര്യയും കൂടെയാണ് വന്നിരിക്കുന്നത്. ഭാര്യ ഈ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ശാരീരികമായ കോംപ്ലിക്കേഷൻസ് അവർക്ക് വന്നിരിക്കുകയാണ്. ബ്ലീഡിങ്, മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നിരിക്കുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ സർജറിക്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഭാര്യയെ ഈ ഓപ്പറേഷന് വിധേയമാകുവാൻ ഒന്ന് സമ്മതിപ്പിക്കണം, അതാണ് ഭർത്താവിൻ്റെ ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ് സംസാരിച്ച് നോക്കാം, ആരെയും അങ്ങനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നീ വൈദ്യനെ മാനിക്കുക, വൈദ്യനെ അറിവ് കൊടുത്തത് ദൈവമാണ്, അവൻ ഔഷധക്കൂട്ടുകൾ നിർമ്മിക്കുന്നു, അവൻ നിനക്ക് രോഗത്തിന് സൗഖ്യത്തിന് കാരണമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് യാതൊരു പ്രതികരണവും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക സുസ്ഥിതി ഉണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഓപ്പറേഷൻ സമ്മതിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകന് 27 വയസ്സായി, 5 വർഷമായിട്ട് അവൻ വീട്ടിൽ വന്നിട്ടില്ല. അപ്പം മകൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ സിംഗപ്പൂരിലാണ്. 5 വർഷമായിട്ട് ഈ മകൻ വീട്ടിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വീട്ടിൽ വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവൻ സിംഗപ്പൂരിലുള്ള ചൈനീസ് വംശജയായ 40 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് ഇവന് ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ സുഹൃത്ത് ബന്ധം വളർന്ന് ഇവന് 27 വയസ്സുള്ളൂ, പെണ്ണിന് 40 വയസ്സ്, ചൈനക്കാരി പെണ്ണാണ്. ആ പെണ്ണിൻ്റെ കൂടെ ഇവൻ പിന്നെ കല്യാണം കഴിക്കാതെ ഒരു ലിവിങ് ടുഗെദർ അറേഞ്ച്മെൻറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവനെ ഫോണിൽ വിളിച്ച് ഇതറിഞ്ഞപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് ഫോൺ വന്നാൽ ഫോൺ എടുക്കില്ല, വീട്ടുകാരായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, വീട്ടിലേക്ക് വരുമില്ല. അപ്പോൾ ഈ സഹോദരി സർജറിക്ക് സമ്മതിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം, എൻ്റെ മകനെ കാണാൻ എനിക്ക് 5 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല, എൻ്റെ മകനെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, ഇനി മകൻ വരുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചോട്ടെ, ആ മരിക്കുമ്പോൾ ഈ മകനെ 9 മാസം ഞാൻ ചുമന്ന എൻ്റെ ഗർഭപാത്രം എൻ്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലോ, മകനെ കണ്ടില്ലെങ്കിലും എൻ്റെ കൈ എൻ്റെ വയറിൽ വെക്കണ സമയത്ത് മകനെ കണ്ട ഒരു അനുഭൂതി എനിക്ക് ഉണ്ടാകും, അതുകൊണ്ടാണ് ഓപ്പറേഷൻ സമ്മതിക്കാത്തത്. അപ്പോൾ ഇത് വളരെ വിചിത്രമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം കേൾക്കുന്നത്. എല്ലാവരും അവനവൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യമാണല്ലോ നോക്കുന്നത്. ഇത് കേട്ട സമയത്ത് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞു, ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന സമയത്ത് ഇവർ വളരെ സമ്പന്നമായ കുടുംബമാണ്. ആ കുടുംബത്തിൽ ചെന്ന സമയത്ത് ഇങ്ങനെ വെറുതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് നമുക്കൊരു പ്രാർത്ഥിക്കാനുള്ള ഒരു തടസ്സം അനുഭവപ്പെടും. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്, ഒരു ചെറിയ തടസ്സം അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീടൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ നോക്കുന്ന സമയത്ത് വലിയ ഷോക്കേസിൽ ഒരുപാട് ഈ അലങ്കാര വസ്തുക്കളും മറ്റതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സാധനം കണ്ടു. ഞാനത് കണ്ട വഴിക്ക് തന്നെ ഗോൾഡൻ ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചില സിനിമകളിൽ ചൈനീസ് വ്യാളി എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമാണ്, ചില വീടുകളിലൊക്കെ ഇപ്പോഴും പോകുമ്പോൾ കാണാറുണ്ട്. ഇത് ചൈനയിലെ ദുർമന്ത്രവാദം ചെയ്തിട്ട് ഒരാളെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചൈനീസ് വ്യാളി എന്നൊക്കെ ഗോൾഡൻ ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം. ഇവിടെ പല കടകളിലും പോകുമ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഒരാളെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമാണത്. ഇതിവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാണ് തന്നേന്ന് ചോദിച്ചു. ഇത് മകൻ അവസാനമായിട്ട് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കൊണ്ട് വെച്ചതാണ്. എന്നിട്ട് അമ്മോട് പറഞ്ഞു, ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ്, ഇത് ഇവിടെ തന്നെ ഇരുന്നോണം, അത് ഡിസ്റ്റർബ് ചെയ്യരുത്, അല്ലെങ്കിൽ വീട് അടിച്ചു വരുമ്പോൾ അതൊന്നും എടുത്ത് മാറ്റരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവരോട് അപ്പം തന്നെ പറഞ്ഞു, ഇത് ചൈനീസ് വംശജരായിട്ടുള്ള എല്ലാ നാട്ടിലും, നമ്മുടെ നാട്ടിൽ ഈ കൂടോത്തർന്നോ എന്നൊക്കെ പറഞ്ഞ് പലത് ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ ആഫ്രിക്കയിൽ പോണ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് കാണാം, അവിടെ വൂഡു മാജിക് എന്ന് പറഞ്ഞിട്ട് അവിടെ ചില പരിപാടിയുണ്ട്. വൂഡു മാജിക് എന്നൊക്കെ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ട് അതിനകത്ത്? ആരുമില്ല, ദൈവകൃപ. ഇനി നാളെ പോയിട്ട് നെറ്റിൽ പോയിട്ട് എന്താണ് വൂഡു എന്നാരും പോയി നോക്കരുത്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ദുർമന്ത്രവാദങ്ങളെ, അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ ദുർമന്ത്രവാദം നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ വലിയ പഠിപ്പുള്ള ആളുകളാണ്, നല്ല ബുദ്ധികൾ, നമ്മളെക്കാളും ബോധം കുറവുള്ള ആൾക്കാരാണ് അവിടെ. എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ദുർമന്ത്രവാദങ്ങൾ ഉണ്ട്. അപ്പോൾ ഇവിടെ
ഈ ചൈനക്കാരുടെ, സിംഗപ്പൂരിലാണ് ഇവർ. അപ്പോൾ അവിടെ ചൈനയിൽ നിന്ന് കുടിയേറിയ ആളുകളാണ്. അവർ ചെയ്യുന്ന ദുർമന്ത്രവാദമാണ് ഈ ചൈനീസ് ഡ്രാഗൺ, ഗോൾഡൻ ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞ. ഈ സാധനം ഈ മകനെ ഇവൻ്റെ ഗേൾ ഫ്രണ്ട് കൊടുത്തതാണ്. ഇത് ഇവൻ്റെ വീട്ടിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് കൊണ്ട് വെച്ചിട്ട് പോയി, പിന്നെ അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു, ഇത് കഴിഞ്ഞ ശേഷം വന്നിട്ടില്ല. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് ഇവരുടെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇത്തരം അലങ്കാര വസ്തുക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ടൂറ് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ അടുത്തത് എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ ഇയാൾ ഒരു കാരണവശാലും ഇത് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഈ വീടിന് യോജിച്ചതല്ല എന്ന് തോന്നുന്നു, ഇത് നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തോളാൻ പറഞ്ഞു. അതായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വെക്കണ്ടല്ലോ. രണ്ടുണ്ടെങ്കിൽ ഒന്ന് വേറൊരുത്തിന് കൊടുക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതെടുത്ത് ആർക്കെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ബ്രദർ ഇത് ആർക്കെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. ഈ സാധനം തന്നു. ഇത് കഴിഞ്ഞ് ഇത് അവിടെ നിന്ന് കുടുംബത്തിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നമുക്കൊന്നും കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റുള്ള സൗകര്യം തുടങ്ങിയോ. മകൻ നിങ്ങളുടെ ഓപ്പറേഷൻ നിശ്ചയിച്ച ദിവസം മകൻ വന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അനസ്തേഷ്യ തരുന്നതിന് മുമ്പ് വന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട, നിങ്ങൾ തിരിച്ചു വന്നോളാൻ പറഞ്ഞു. ദൈവകൃപയാൽ ഈ സഹോദരി സർജറിക്ക് സമ്മതിച്ചു. ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാനിങ്ങോട്ട് പോരുകയും ചെയ്തു. പ്രാർത്ഥിച്ചു. ടീം മെമ്പേഴ്സിനോട് എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഇവൻ്റെ ഒരു കസിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെന്ന് ബന്ധപ്പെടുക, നീ നാട്ടിലൊന്നും വരണ്ട, അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മയൊന്ന് മുഖം കാണിക്കുക, നീ അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളാം. അങ്ങനെ കസിൻ സംസാരിച്ചു. പിന്നീട് ഞാൻ ഈ മകനെ വിളിച്ച് ദൈവകൃപയാൽ സംസാരിക്കാൻ സാധിച്ചു. അവനോട് ഇത് തന്നെ പറഞ്ഞുള്ളൂ, അമ്മ ഹോസ്പിറ്റലിലാണ്, വളരെ സീരിയസ് ആണ്, നീ ഒന്ന് വന്ന് അമ്മയെ കണ്ടിട്ട് തിരിച്ചു പോക്കോളാം പറഞ്ഞു. അപ്പോൾ അവൻ വലിയ സ്റ്റൈലിൽ, ഐ വിൽ കം ഇൻ ദ മോർണിംഗ് ഫ്ലൈറ്റ് ആൻഡ് ലീവ് ഇൻ ദ ഈവനിങ് ഫ്ലൈറ്റ് ഇറ്റ്സെൽഫ്, ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഇൻ ചെന്നൈ, ഐ ഡോണ്ട് വാണ്ട് ടു സീ എനി ഓഫ് മൈ റിലേറ്റീവ്സ് എന്നൊക്കെ വലിയ വലിയ ഡയലോഗൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എന്തായാലും അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, മകൻ വന്ന് കാണുകയാണെങ്കിൽ മാത്രം സർജറി, ഇല്ലെങ്കിൽ തിരിച്ചു പോക്കാം. ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഇതെന്ത് ബ്ലണ്ടറായി കാണിക്കുന്നത് പറഞ്ഞു. ഹോസ്പിറ്റലുകാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ബില്ല് എത്ര ആണെങ്കിൽ സർജറി നടന്നാലില്ലെങ്കിൽ നിങ്ങളുടെ ബില്ല് എത്ര ആണെങ്കിലും പേ ചെയ്യാം. ദൈവകൃപയാൽ സർജറി നിശ്ചയിച്ചത് രാവിലെ 11 മണിക്കാണ്. 9 മണിയായപ്പോഴേക്കും മകൻ സർജറി നിശ്ചയിച്ചെന്ന് രാവിലെ അവിടെ വരികയും ഈ സഹോദരി സർജറിക്ക് വിധേയമാവുകയും അവരാരോഗ്യം പരിരക്ഷിക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. സന്തോഷമാണ്. കൈകളടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നിഷിദ്ധ വസ്തു അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, സോർസറി, വിച്ച് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ തിന്മയായിരുന്ന കാര്യങ്ങൾ ചെയ്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചപ്പോൾ അവരുടെ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാവുന്നു. അതെടുത്ത് മാറ്റിയപ്പോൾ സമാധാനം തിരികെ കിട്ടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഓക്കെ, ഇത് സുവിശേഷത്തിലും ഇത് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. 15-ാമത്തെ വാക്യം, 7-ാമത്തെ അധ്യായം, ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം നമ്മളിങ്ങനെ പറയും, നിഷിദ്ധ വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവൻ അവൻ്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം. എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിനെ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് എന്തെങ്കിലും പിടികൂടുകയാണെങ്കിൽ, ഇത്തരം കിട്ടുകയാണെങ്കിൽ ഇത് മുഴുവൻ ഇത് നശിപ്പിച്ച് കളയാനായിട്ട് നിർദ്ദേശിക്കുന്നു. ഞാൻ സമയക്കുറവ് പോലെ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് വായിച്ചാൽ മതി. 19-ാമത്തെ വാക്യം, 7-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ മകനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക, നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരും വിളിച്ച് ജോഷുവ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക, ഒന്നും മറച്ചു വയ്ക്കരുത്. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തതാണ്, കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്ന് അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു.
നിഷിദ്ധ വസ്തുക്കളൊന്നും എടുക്കരുതെന്ന് കൃത്യമായി ജോഷുവ നിർദ്ദേശം കൊടുത്തിട്ടും യുദ്ധത്തിന് പോയ ആഖാൻ എന്ന് വിളിക്കപ്പെടുന്ന മകൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ ചെയ്തത് ഇതാണ്, കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ളൊരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവ എടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി അവൻ്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകൽപ്പന ലംഘിച്ചു, നിശ്ചിത വസ്തുക്കൾ കൂടാരത്തിൻ്റെ ഉള്ളിൽ വെച്ചു. ആ കൂടാരത്തിനുള്ളിൽ വെച്ച സമയത്ത് അവൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, ദേശത്തിന് മുഴുവൻ അതൊരു പരാജയത്തിന് കാരണമായി. ഒരു വ്യക്തി ചെയ്ത പാപം, ഒരു വ്യക്തി ചെയ്ത തിന്മ കുടുംബത്തിന് മാത്രമല്ല ആ വംശത്തിനും മുഴുവൻ, അല്ലെങ്കിൽ രാജ്യത്തിന് മുഴുവൻ പരാജയത്തിന് കാരണമായി. 25-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തി വെച്ചത്? ഈ നിഷിദ്ധ വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവച്ച് നീ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും എന്തിനു കഷ്ടത വരുത്തി വെച്ച്? നിന്റെ മേൽ ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു, വസ്തുവകൾ അഗ്നിക്കിരയാക്കി. എന്താ പറഞ്ഞേ? വസ്തുവകൾ അഗ്നിക്കിരയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷിദ്ധ വസ്തുക്കളായിട്ട് വീടിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അഗ്നിക്കിരയാക്കി. അവർ അവൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരമുണ്ടാക്കി, അത് ഇന്നും അവിടെ ഉണ്ട്. അങ്ങനെ കർത്താവിൻ്റെ ഉജ്ജ്വല കോപം ശമിച്ചു. ഇന്നും ആ സ്ഥലം ആക്കോറിൻ്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? നിശ്ചിത വസ്തുക്കൾ എന്ത് ചെയ്തു? അഗ്നിക്കിരയാക്കി. നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പാട്ട് പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എഴുന്നേറ്റ് നിൽക്കാവോ? സാധിക്കുന്ന ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയും ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തിലോ, നമുക്കറിയില്ലല്ലോ ചില സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത്, നമ്മുടെ സ്നേഹിതരുടെ കുടുംബങ്ങളിലോ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്തോ ബിസിനസ് സ്ഥാപനത്തിലോ ഷോപ്പുകളിലോ ഫാക്ടറികളിലോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള നിഷിദ്ധ വസ്തുക്കൾ നമ്മൾ കൊണ്ടുവയ്ക്കുകയോ നമ്മളെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ മേൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി കടന്നു വന്ന് അതെല്ലാം കത്തിച്ചാമ്പലാക്കി ഒരു വിശദീകരണം സംഭവിക്കാൻ വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കരങ്ങളടിച്ചുകൊണ്ട് ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. കരങ്ങൾ ഉയർത്തിയൊടിക്കുക. പാപത്തിൻ ശക്തി മേനി അഗ്നിയായിരിക്കൂ, രോഗത്തിൻ ശക്തി മേനി അഗ്നിയായിരിക്കൂ, തകർച്ചത ശക്തി മേനി അഗ്നിയായിരിക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയായി ചേർക്കണം. പാപത്തിൻ ശക്തി മേനി അഗ്നിയായിരിക്കൂ, രോഗത്തിൻ ശക്തി മേനി അഗ്നിയായിരിക്കൂ, തകർച്ചത ശക്തി മേനി അഗ്നിയായിരിക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയായിരിക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ഓ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് അപ്പസ്വലന്മാർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അഗ്നിയായി ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന്, ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇറങ്ങി വന്ന്, ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഇറങ്ങി വന്ന് ശത്രു വരുത്തി വെച്ച ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ദുരാസക്തികളും തിന്മയുടെ ശക്തികളുടെ ആവാസമുണ്ടായാലും അതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ കത്തിച്ചാമ്പലായി പോകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറങ്ങി വിശുദ്ധി നൽകണമേ. ചർവണ മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും,
അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി. ആത്മാവേ വിശ്വാസത്തോടെ അഗ്നിയായി നിറയണമേ. ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തി ശക്തിമേനി അഗ്നിയയക്കൂ, രോഗത്തി ശക്തിമേനി അഗ്നിയയക്കൂ, തകർച്ചത ശക്തിമേനി അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയയക്കൂ, ആത്മാവേ അഗ്നിയയക്കൂ, ആത്മാവേ അഗ്നിയയക്കൂ.